പണ്ട് എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ നമ്മൾ ഈ വീടിന് വൈറ്റ് വാഷ് അടിക്കുക എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഈ വൈറ്റ് വാഷ്? ഇന്ന് ഇത് ചെയ്യാറുണ്ടോ? എന്താ എൻ്റെ വൈറ്റ് സംഭവം? വാഷ് എന്ന് വെച്ചാൽ അത് ലൈമാണ്. ലൈം എടുത്തിട്ട് നമ്മൾ അടിക്കുന്നു. ഇന്നിപ്പോൾ പണ്ടത്തെ ജനതാസ്തം അങ്ങനെയൊക്കെ നിങ്ങൾ കാണുന്ന പ്രോഡക്റ്റുകളാണെങ്കിൽ അതിൻ്റെ ഒരു ഡെറിവേറ്റീവ് ആയിരുന്നു അന്ന് കണ്ട പ്രോഡക്റ്റുകൾ. ഇന്ന് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയി ടെക്നോളജി. അപ്പോൾ ഇറ്റ് ഹാസ് മൂവ് ടു ഇമൾഷൻ പെയിൻറ്റ്സ്. ഇമൾഷൻ എന്ന് വെച്ചാൽ ബേസിക്കലി അക്രൈലിക് ബേസ്ഡ് പ്രോഡക്ട്സ് ആണ്. വാട്ടർ ബേസ്ഡ് അക്രൈലിക്സ് ആണ് ഇത് വരുന്നത്. മോഡിഫൈഡ് അക്രൈലിക്സ് ഉണ്ടാവും, പിന്നെ പ്യുവർ അക്രൈലിക്സ് ഉണ്ടാവും. പ്യുവർ അക്രൈലിക്സ് ആണ് ഏറ്റവും നല്ല പ്രോഡക്റ്റുകൾ നമുക്ക് തരുന്നത്. അപ്പോൾ ആ ഒരു ടെക്നോളജിയുടെ മാറ്റം നമ്മളിൽ വന്ന് ഉൾക്കൊണ്ട് എന്നുള്ളതാണ് ഈ ലൈം മാറിയിട്ട് നമ്മൾ ഈ ഇതിലേക്ക് വരുന്നത് ഇന്നത്തെ കാലത്ത്. പണ്ടൊക്കെ ഈ വീട് പണി ഇപ്പം സപ്പോസ് എന്തെങ്കിലും ഒരു ചാലഞ്ച് കൊണ്ട് വീട് പണി നമുക്ക് അതിൻ്റെ പൂർണ്ണതയിലോട്ട് എത്തിക്കാൻ പറ്റില്ലെങ്കിൽ ആൾക്കാർ പറയാറ് നമുക്കൊന്ന് വൈറ്റ് വാഷ് ചെയ്ത് ഇട്ടേക്കാം. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് അതൊരു പ്രൊട്ടക്ഷൻ ആംഗിൾ ആയിരിക്കും. നമുക്ക് തേച്ച് വെച്ചിട്ടുണ്ട് സിമെന്റ് അടിച്ചിടാന്ന് പറയും. വൈറ്റ് സിമെന്റ് അത് അവിടെയാണ് ഇതിന് ചില നാടുകളിൽ ഇത് വൈറ്റ് സിമെന്റ് അടിച്ചിടാമെന്നും മറ്റു പലയിടത്ത് വൈറ്റ് വാഷ് അടിച്ചിടാമെന്നും അങ്ങനെ. അപ്പൊ ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. ഇന്നിപ്പോ ഞാൻ പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു പ്ലാസ്റ്റർ അടിച്ചങ്ങ് നിർത്തുക. കാരണം പ്ലാസ്റ്റർ ചെയ്തില്ലെങ്കിൽ ഈ അതിൻ്റെതായ ചാലഞ്ചസ് ഉണ്ട് സ്ട്രക്ചറലി സ്പീക്കിംഗ്. അപ്പോൾ പെയിൻ്റ് അടിച്ചിടാനാണ്. പക്ഷേ നമുക്ക് പ്രോപ്പർലി അത് തീർക്കാനുള്ള ഒരു രീതിയിലോട്ട് നമ്മുടെ ബഡ്ജറ്റോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിമിതികൾ നമുക്കുണ്ടെങ്കിൽ താങ്കളുടെ ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഏത് രീതിയിലായിരിക്കും എൻ്റെ സ്ട്രക്ചർ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്തിടേണ്ടത്? കോൺക്രീറ്റ് ക്യൂറിങ്ങിന് ശേഷം ക്ലീൻ ദ സർഫസ്, നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു കോട്ട് പ്രൈമർ അടിച്ചിടായിരിക്കും കുറച്ചുകൂടി ബെറ്റർ അതായിരിക്കും. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റ് സിമെൻറ്റ് ഇറ്റ് ഈസ് എൻ അഡീഷണൽ കോസ്റ്റ് എന്ന് ഞാൻ പറയും. നല്ല രീതിയിൽ മേസണറി കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൊരു വാളാണെങ്കിൽ നാച്ചുറലി അതിൽ ആൽക്കലിനിറ്റി കാണും. അത് നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരു കോട്ട് ഇമൾഷൻ പ്രൈമർ അടിച്ചിടാം. ദെൻ സബ്സിക്വൻ്റ്ലി വി ക്യാൻ കണ്ടിന്യൂ വിത്ത് പുട്ടി വർക്കോ ടോപ്പ് കോട്ട് ഇമൾഷൻസോ നമുക്കാണ് ചെയ്യാം. അത് ഒരുപാട് ഗ്യാപ്പ് ഇടാനായിട്ടും ബുദ്ധിമുട്ടായിരിക്കും. അതായത് ഒരു സീസൺ എന്ന് ഞാൻ പറയും. അതായത് വിത്തിൻ 6 months ഡൗൺ ദ ലൈൻ, വിത്തിൻ 1 year യു ഷുഡ് ഗോ ഫോർ ദ ടോപ്പ് കോട്ട്. ആ ടോപ്പ് കോട്ടിന് അടിക്കുന്ന സമയത്ത് കൂടുതൽ ഡസ്റ്റ് കണ്ടൻറ്റ് കാര്യമുണ്ടെങ്കിൽ യു ജസ്റ്റ് ഹാവ് ടു സാൻഡ് ഇറ്റ് ഡൗൺ എ ലിറ്റിൽ ബിറ്റ് ആൻഡ് യു ക്യാൻ ഗോ ഫോർ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് എ വേഴ്സ്റ്റ് കേസ് യു ഹാവ് ടു അപ്ലൈ വൺ മോർ കോട്ട് ഓഫ് പ്രൈമർ വെൻ യു ആർ ഗോയിങ് ടു സ്റ്റാർട്ട് ഇറ്റ് അഗെയിൻ. ദെൻ യു ഗോ ഫോർ ദ പുട്ടി ആൻഡ് ദ ടോപ്പ് കോട്ട്സ്. ആ രീതിയിൽ ചെയ്യാൻ. സപ്പോസ് കൊല്ലങ്ങളോളം പണി ചെയ്തിട്ടില്ല, അങ്ങനെയെങ്കിൽ ജനറലി നമ്മൾ ചെയ്യുക അതൊരു സ്ട്രക്ചർ ഒന്ന് അനലൈസ് ചെയ്യുകയും അതിനെന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടോ, ഇനി ചിലപ്പോൾ ഒന്നുകൂടെ ചില കറക്ഷൻ വർക്കുകളൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരും. എന്നിട്ട് നമുക്ക് ഒരു കോട്ടും കൂടെ പ്രൈമർ അടിച്ച് വീണ്ടും അത് ആ സമയത്ത് പവൻ യു ഹാവ് ടു ചെക്ക് വെദർ ദർ ഈസ് എനി ക്രാക്സ് ഇൻ ദ വാൾ. അങ്ങനെ ക്രാക്സ് ഉണ്ടെങ്കിൽ നമ്മൾ ക്രാക്ക് സീൽ കൊണ്ട് ഫില്ല് കൂടി വേണം. ക്രാക്ക് സീൽ കൊണ്ട് ഫില്ല് ചെയ്തിട്ട് വേണം നമ്മൾ സബ്സിക്വൻ്റ് ആയിട്ട് അപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട്. ക്രാക്സ് ഉണ്ടെങ്കിൽ അത് ഹെയർലൈൻ ക്രാക്സ് ആണെങ്കിൽ ഇറ്റ് ക്യാൻ ബി കവേർഡ് വിത്ത് ഒരു പരിധി വരണമെങ്കിൽ നമുക്ക് കവർ ചെയ്ത് പോകാമെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് ഓക്കെ. 3 millimeter അടുത്തൊക്കെ വരുന്ന ക്രാക്സ് ഉണ്ടെങ്കിൽ അത് അതിനടുത്തുള്ളുണ്ടെങ്കിൽ യു ഹാവ് ടു കട്ട് ഇറ്റ് ഇൻ എ വി ഷേപ്പ് ആൻഡ് യു ഹാവ് ടു ഫിൽ ദ ക്രാക്ക് സീൽ. ക്രാക്ക് ഫില്ലർ കൊടുത്തതിന് ശേഷം വേണം നമ്മൾ പ്രൈമർ കൊടുത്തിട്ട് ടോപ്പ് കോട്ട് അപ്ലൈ ചെയ്യാനായിട്ട്. ഇതേ ഒരു സംഭവം ഇപ്പോൾ വീടിൻ്റെ ഒരു റിപ്പയർ വർക്ക് നടക്കുവാണെങ്കിൽ റെനോവേഷനോ കാര്യങ്ങളോ വരുമ്പം ഞാൻ അഡ്വൈസ് ചെയ്യുന്നൊരു സംഭവമാണ് ഹെയർലൈൻ ക്രാക്ക് വരുമ്പോൾ സാധാരണ ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ ഒരു ക്ലൈമറ്റിൻ്റെ ചാലഞ്ച് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ടെമ്പറേച്ചർ വേരിയേഷൻ്റെ ഒരു ഇൻറ്റൻസിറ്റി ഒരല്പം ഹയറാണ്. അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വീട് തീർത്ത് കഴിയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ടെമ്പറേച്ചർ ക്രാക്കുകൾ വളരെയധികം കാണപ്പെടുന്നുണ്ട്. എസ്പെഷ്യലി ചൂട് ഏറ്റവും കൂടുതൽ അടിക്കുന്ന ഒരു സ്ഥലത്ത്. അപ്പം നമ്മളിത് ഇന്ന് നമ്മുടെ ക്ലയൻസിനോട് നമ്മളിത് ആദ്യം പറയും, ഇത് ഈ ചൂടടിക്കുന്ന സ്ഥലത്ത് ഈ ക്രാക്കുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഫസ്റ്റ് പെയിൻറ്റിങ് അടിക്കുമ്പോൾ ചിലപ്പോൾ 3, 4, 5 കൊല്ലത്തിന് ശേഷം ഫസ്റ്റ് പെയിൻറ്റിങ് അടിക്കുമ്പോൾ നമുക്കിത് കറക്റ്റ് ചെയ്യാം എന്നും പറയാറുണ്ട്. അപ്പോൾ അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ക്രാക്ക് ഫില്ലേഴ്സ് തന്നെയാണ്. നമ്മൾ ക്രാക്ക് ഫില്ലേഴ്സ് അടിക്കുന്നു, എന്നിട്ട് നമ്മൾ എന്താണോ പ്രൈമർ അടിക്കുന്നു, ടോപ്പ് കോട്ട് അടിക്കുന്നു. ഇതാണ് നമ്മൾ ചെയ്യുന്ന ഒരു പ്രോസസ്സ്. അപ്പം ഇങ്ങനെ വരുമ്പോൾ രണ്ടാമത് പെയിന്റിങ് അടിക്കുമ്പോൾ ആദ്യം അടിച്ച ഇമൽഷനും രണ്ടാമത് അടിച്ച ഇമൽഷനും തമ്മിൽ എന്താ വ്യത്യാസം? ഇവിടെ സംഭവിക്കുന്ന ഏജിങ് ആണ്. ആഫ്റ്റർ 4 years, 5 years, 6 years എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സിസ്റ്റിംഗ് കോട്ടിങ് ഏജിങ് ആയി. അപ്പോൾ നാച്ചുറലി
അതിൻ്റെ ആ ബൈൻഡറിൻ്റെ പ്രോപ്പർട്ടീസ് ഡ്യൂ ടു ഏജിങ് അത് ചോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവും, ചെറുതായിട്ട് വിട്ടുപോയിട്ടുണ്ടാവും, പൊട്ടിപ്പോകും. അപ്പോഴാണ് നമുക്ക് ഡസ്റ്റ് ഫോം ചെയ്യുന്നത് പോകുന്നതും ഒക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നാച്ചുറലി അതിൻ്റെ കളർ ഫെയ്ഡ് ആവും, കുറേശ്ശെ ഗ്രാജുവൽ ഫെയ്ഡിങ് സംഭവിച്ചുകൊണ്ടിരിക്കുക. എത്ര ഏതൊക്കെ ആയാലും അത് ഇല്ലാതിരിക്കില്ല. അങ്ങനെ സാഹചര്യത്തിലാണ് നമ്മൾക്ക് റീപെയിൻറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നത്. റീപെയിൻറ്റിങ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ, ഇഫ് ഇറ്റ് ഈസ് ടു ഏജ്ഡ്, നമ്മൾ ഒരുപാട് ചോക്കിങ് അതിൽ കാണുകയാണെങ്കിൽ നമ്മളൊന്ന് ഫസ്റ്റ് ഐഡിയൽ തിങ് ഈസ് വാഷ് ചെയ്യുക. ദെൻ ചില പീൽ ഓഫ് ആയിട്ട് നിൽക്കുന്നതുണ്ടെങ്കിൽ നമ്മൾ ചിപ്പ് ചെയ്ത് കളയണം, അല്ലെങ്കിൽ പീൽ ഓഫ് ഉള്ളത് എല്ലാം മാറ്റിയിട്ട് സ്ലൈറ്റ്ലി സാൻഡ് ഇറ്റ്, അപ്ലൈ 1 coat ഓഫ് പ്രൈമർ ആൻഡ് 2 coat ഓഫ് ടോപ്പ് കോട്ട്. ഇതാണ് നോർമലി നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പോൾ റീപെയിൻറ്റിങ് ചെയ്യാൻ വരുമ്പോൾ വാഷ് ചെയ്യാറുണ്ട്, പക്ഷെ കളർ ചേഞ്ച് ചെയ്യുന്നില്ലെങ്കിൽ സാൻഡ് ചെയ്യണ്ട എന്നാണ് പലരും പറയുന്നത്. അല്ലെങ്കിൽ സാൻഡ് പേപ്പർ വെച്ച് പിടിക്കണ്ട എന്നുള്ളതാണ്. താങ്കളുടെ അഭിപ്രായം അങ്ങനെയാണോ? ശരിക്കും ദാറ്റ് ഡിപ്പെൻസ്. ആ കോട്ടിങ് എത്ര കണ്ട് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. ഇന്ന് ഒരു ഇലൂഷൻ സീലർ എന്നൊരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ്, ഈ പാപ്പിലോൺ പെയിൻറ്റ്സിൽ അവൈലബിൾ ആണ്. അൾട്രാഷീൽഡ് സർഫസ് സ്റ്റെബിലൈസർ ആൻഡ് ഇലൂഷൻ സീലർ. ഇത് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ വെൻ യു അപ്ലൈ ഇറ്റ് ഓൺ ടോപ്പ് ഓഫ് ദ എക്സിസ്റ്റിംഗ് ഏജ്ഡ് കോട്ടിങ്, ഈ സീൽ ഇത് ഇറ്റ്സ് എ പെനട്രേറ്റിംഗ് സീലർ. അത് ഉള്ളിലേക്ക് പെനട്രേറ്റ് ചെയ്തിട്ട് ആ കോട്ടിങ്ങിനെ ബൈൻഡ് ചെയ്ത് നിർത്തും, സോളിഡായിട്ട് നിർത്തും. അപ്പോൾ സബ്സിക്വൻറ്റ് ടോപ്പ് കോട്ട് അതിൻ്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും പൊളിഞ്ഞു പോവില്ല, നല്ല പിടുത്തത്തോടെ അത് നിൽക്കും. അതല്ലെങ്കിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ലൂസ് അഡ്ഹിയറിങ് പാർട്ടിക്കിളാണ് ഫസ്റ്റ് ലെയർ കോട്ടിങ്ങിനും ഈ സർഫസിനിടയിൽ വരിക. അത് വരുമ്പോൾ ചിലപ്പോൾ പൊളിഞ്ഞു പോകാൻ ചാൻസസ് ഉണ്ട്. അപ്പോൾ പക്ഷെ നമ്മൾ ഓൾറെഡി ഒരു ബൈൻഡറിൻ്റെ ഒരു പർപ്പസ്, ഒരു പ്രൈമർ രണ്ടാമത് അടിക്കുന്നത് വഴി കുറേ മീറ്റ് ചെയ്യുന്നില്ലേ? പ്രൈമറിൻ്റെ പർപ്പസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൈമർ ഈസ് ടു സീൽ ദ സർഫസ്, ടു പെനട്രേറ്റ് ഇൻ ടു ഇറ്റ്. പ്രൈമർ അടിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ സർഫസിനെ സീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൈമർ അടിക്കുന്നത്. ഈ പ്രൈമർ ഞാൻ പറഞ്ഞ ഇലൂഷൻ സീലർ, അൾട്രാഷീൽഡ് സർഫസ് സ്റ്റെബിലൈസർ ആൻഡ് ഇലൂഷൻ സീലർ, ഇതിൻ്റെ പർപ്പസ് എന്ന് വെച്ചാൽ ഇറ്റ് വിൽ പെനട്രേറ്റ് ടു ദ പ്രീവിയസ് കോട്ടിങ്. കാരണം നമ്മളറിയില്ല, ഇറ്റ് ഈസ് എ മൈക്രോസ്കോപ്പിക് കാര്യങ്ങളായിരിക്കും ആ ഡസ്റ്റ് പാർട്ടിക്കിൾസ് കാണുന്നത്. അതിൽ ഇത് ഇറങ്ങിയിട്ട് ഇതിനെ സീൽ ചെയ്യും, ബൈൻഡ് ചെയ്യും ടോട്ടലി ടു ദ സർഫസ്. ദെൻ യു അപ്ലൈ ദ ടോപ്പ് കോട്ട്. അപ്പോൾ നല്ല സോളിഡായിട്ട് അത് പിടിച്ചു നിൽക്കും, അതൊട്ടും പൊളിഞ്ഞു പോവില്ല. 100% ഷുവർട്ടിയിൽ നമുക്കത് ചെയ്യാൻ പറ്റും നമുക്കത്. അപ്പോൾ ഏജ്ഡ് കോട്ടിംഗ് ആണെങ്കിൽ പിന്നെ ഏജിങ്ങിൻ്റെ സിവിയറിറ്റിയിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് നമ്മൾ നോക്കണം. ചിലത് എന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട്, അതായത് പോയിട്ടുണ്ടാവും, ചീത്തയായിട്ടുണ്ടാവും കോട്ടിങ്, അത് ഡിസിൻറ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടാവും, പൊടി പോലെ വന്നിട്ടുണ്ടാവും. ചിലതിൽ ലെയേഴ്സ് പോലെ പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അത് ചിപ്പ് ചെയ്ത് കളഞ്ഞിട്ട് ഡിപ്പെൻസ് ഓൺ ദ സർഫസ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ എപ്പോഴും ടു ബി ഇൻ സേഫർ സൈഡ് ഈ സർഫസ് സ്റ്റെബിലൈസർ കോട്ടിങ് ഇലൂഷൻ സീലർ അടിക്കുകയാണെങ്കിൽ ദാറ്റ് വിൽ ബി ബെറ്റർ ഫോർ എ റീപെയിൻറ്റിങ്. അതല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ കംപ്ലീറ്റ്ലി സാൻഡ് ചെയ്ത് കളഞ്ഞിട്ട് രണ്ടാമത് പ്രൈമർ അടിക്കണോ? നോട്ട് കംപ്ലീറ്റ് സാൻഡിങ് റിക്വയർഡ്. കംപ്ലീറ്റ് സാൻഡിങ് വേണ്ട. അതായത് എവിടെയാണത് പൊളിഞ്ഞ് നിൽക്കുന്നത് അത് നമ്മൾ ചിപ്പ് ചെയ്ത് കളഞ്ഞ് ആ കോട്ടിങ് ഇൻ്റഗ്രേറ്റി ഉള്ള കോട്ടിങ്ങിൽ എത്തണം നമ്മളോട്. അതായത് ചിലൊരു ലെയർ മാത്രമായിരിക്കും പൊളിഞ്ഞു പോയിട്ടുണ്ടാവും. അത് പൊളിച്ച് കളഞ്ഞ് നമ്മൾ ആ സെറ്റ് ചെയ്തതിന് ശേഷം വേണം. അങ്ങനത്തെ വരുന്ന കേസസ് ചില കോട്ടിങ് ഇപ്പോൾ നല്ല സ്മൂത്തായിരിക്കും, അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. അങ്ങനെ കാണുന്ന കോട്ടിങ് ആണെങ്കിൽ നമുക്ക് വലിയ കുഴപ്പങ്ങളില്ല. അവിടെ നമ്മളൊന്ന് സാൻഡ് ചെയ്ത് കളഞ്ഞിട്ട്, സാൻഡ് ചെയ്തില്ലെങ്കിൽ പോലും നന്നായിട്ടൊന്ന് വാഷ് ചെയ്ത് കഴിയുമ്പോൾ ദെൻ വി ക്യാൻ അപ്ലൈ 1 coat ഓഫ് പ്രൈമർ ആൻഡ് 2 coats ടോപ്പ് കോട്ട്സ് നമുക്ക് അടിക്കാം. ഇനി നല്ലപോലെ കംപ്ലീറ്റ് ഇൻ്റഗ്രലായിട്ട് നല്ല സോളിഡായിട്ട് നിൽക്കുന്ന കോട്ടിങ് ആണെങ്കിൽ 2 coat ഇമൾഷൻ മാത്രം അടിക്കുന്ന കേസസും ഉണ്ട്. കാരണം അത്രയും ക്ലിയർ ആയിരിക്കണം, എങ്കിൽ മാത്രമേ അത് ചെയ്യാവൂ. അല്ലെങ്കിൽ പിന്നെ സബ്സിക്വൻറ്റ് പ്രീവിയസ് കോട്ട് അടക്കം പൊളിഞ്ഞു പോരുത്. അങ്ങനെ വരുന്ന കേസിൽ 2 coat ടോപ്പ് കോട്ട് മാത്രം ഇമൾഷൻ ടോപ്പ് കോട്ട് അടിക്കുന്ന കേസസും ഉണ്ട്.